ഹലോ ഡിയേഴ്സ്, പ്രകാശവും സ്നേഹവുമുള്ള ഇടത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മാന്ത്രികം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിന്റെ 5ാമത്തെ ദിവസമാണ്. മാന്ത്രിക പണം, മാജിക് മണി. നമുക്കറിയാം, നമ്മുടെ നിത്യജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് പണം. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി പോകണമെങ്കിൽ നമുക്ക് പണം വേണം. പക്ഷെ അറിഞ്ഞോ അറിയാതെയൊക്കെയോ നമ്മൾ പണത്തിനെ നിന്ദിച്ചിട്ടുണ്ട്. പണമുള്ളവരെ വളരെ പുച്ഛത്തോടു കൂടി നോക്കിയിട്ടുണ്ട്. പണമില്ലാത്തതിന് നമ്മൾ ഒരുപാട് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. ഈ ഓരോ സന്ദർഭങ്ങളിലും പണം നമ്മളിൽ നിന്ന് ദൂരെ അകന്നു മാറിക്കൊണ്ടേയിരിക്കും. പകരം നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പണത്തിന് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നമ്മളിലേക്ക് പണത്തിന്റെ ഒഴുക്ക് തുടങ്ങും. നമുക്ക് അറിയാം, നമ്മുടെ കുഞ്ഞിലെ മുതൽ നമ്മുടെ ലൈഫ്, നമ്മുടെ മണിയുടെ ഗ്രാറ്റിറ്റ്യൂഡ് തുടങ്ങുന്നത് തന്നെ നിങ്ങൾ കുറച്ച് സമയം ഇരുന്നിട്ട് നിങ്ങൾ ചെറുതിലെ ജനിച്ചത് മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ ഓർക്കുക. അന്ന് കുഞ്ഞിലെ നിങ്ങൾക്ക് നല്ലൊരു വീടുണ്ടായിരുന്നു താമസിക്കാൻ, നിങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അത്യാവശ്യം വസ്ത്രങ്ങൾ മാതാപിതാക്കൾ വാങ്ങിച്ചു തന്നിരുന്നു. ഇങ്ങനെ കുഞ്ഞിലേ നിങ്ങൾക്ക് ലഭിച്ച എല്ലാ ബ്ലെസ്സിങ്സിനെയും നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതെല്ലാം പണം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ. അന്നൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും ചിലവാക്കാതെയാണ് അത്രയും അനുഗ്രഹങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. അപ്പൊ ആ നിമിഷങ്ങളൊക്കെ ഓർത്ത് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ലഭിച്ച ആ ഒരു പണത്തിന് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഓരോ സന്ദർഭത്തിനെയും ഓർത്ത് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അത് നമുക്കായിട്ട് പ്രദാനം ചെയ്തവർക്കൊക്കെ നന്ദി പറയുക. അപ്പൊ ആ നന്ദിയുടെ ഊർജത്തിൽ നമ്മൾ നിറയെ, മണിയോടുള്ള നന്ദി കൊണ്ട് നമ്മുടെ മനസ്സ് നിറയും. അത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഒരു ഫുൾ ഡേ മുഴുവനും നിങ്ങളുടെ ഉള്ളിലൂടെ ഈ ഒരു ചിന്ത കടന്നു പോയിക്കൊണ്ടിരിക്കണം. ഇനി ഒരു ദിവസം കഴിഞ്ഞ് ഈ പ്രാക്ടീസ് നിർത്തുകയല്ല നമ്മൾ ചെയ്യുന്നത്. ശരിക്കും ഡെയിലി ലൈഫിന്റെ ഭാഗമായിട്ട് നമ്മൾ മണിക്ക് നന്ദി പറഞ്ഞു കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ ആക്ടിവിറ്റീസും, ഇപ്പൊ ഹെൽത്ത് ആയാലും മണി ആയാലും റിലേഷൻഷിപ്പിന്റെ ഒക്കെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഡെയിലി നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഏത് മേഖലയിലാണോ കൂടുതൽ മാറ്റങ്ങൾ വരുത്തേണ്ടത്, എവിടെയാണ് നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹങ്ങളിലേക്ക് എത്തേണ്ടത്, അതിനനുസരിച്ച് നമ്മൾ ആ ഒരു ദിവസം പറയുന്നേ ഉള്ളെങ്കിലും ഡെയിലി നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ മണിയിൽ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും നമ്മളിലേക്ക് മണി അറിഞ്ഞും അറിയാതെയൊക്കെ മണി നമ്മളിലേക്ക് എത്തിത്തുടങ്ങും. അപ്പോൾ ഒരു ഫുൾ ഡേ നിങ്ങളിങ്ങനെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച്, ആ മണി ഉപയോഗിച്ച് നമ്മൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ച്, നമ്മൾ അനുഭവിച്ച കാര്യങ്ങളെ കുറിച്ച് നന്ദിയോടെ ഓർത്തതിന് ശേഷം നിങ്ങളൊരു നോട്ട് എടുക്കുക. അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, എത്രയാണെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. 10 രൂപയോ 20 രൂപയോ 50 രൂപയോ 100 രൂപയോ 200 500 നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ഒരു നോട്ട് തിരഞ്ഞെടുക്കുക. അതിനുശേഷം ആ നോട്ടിൽ എഴുതേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഉടനീളം ലഭിച്ച പണത്തിന് നന്ദി. ഇപ്പൊ നമുക്ക് നോട്ടിൽ എഴുതി വെക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ വേറൊരു കാർഡ്ബോർഡ് ഷീറ്റ് എടുത്തിട്ട്, ചെറിയ കാർഡ്ബോർഡ് ഷീറ്റോ പേപ്പർ ഷീറ്റോ എടുത്തിട്ട് അതിനകത്ത് എഴുതി വെച്ചിട്ട് ഈ നോട്ടുമായിട്ട് പിൻ ചെയ്ത് വെക്കുക. ഇത് നിങ്ങളുടെ പേഴ്സിലോ പോക്കറ്റിലോ ഇടുക. പല പ്രാവശ്യം നിങ്ങൾ ആ മാന്ത്രിക പണം എടുത്ത് നോക്കിക്കൊണ്ട് ആ വാചകം വീണ്ടും വീണ്ടും പറയുക. എൻ്റെ ജീവിതത്തിലുടനീളം എനിക്ക് ലഭിച്ച പണത്തിന് നന്ദി. അതിനുശേഷം വൈകുന്നേരം നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഒരു നിങ്ങൾ എടുത്ത രൂപ എപ്പോഴും നിങ്ങൾക്ക് കാണത്തക്കവണ്ണമുള്ള ഒരിടത്ത് വെക്കുക. എല്ലാ ദിവസവും അതിലേക്ക് നോക്കി ആ നന്ദി സമർപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം പോലും മുടക്കരുത്. അപ്പം നമ്മൾ ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ ജീവിതത്തിലുടനീളം ലഭിച്ച പണത്തിന് നന്ദി. ഇത് കാണുമ്പോഴൊക്കെ നമ്മൾ പറയും, ഇത് കാണുമ്പോഴൊക്കെ നമ്മൾ ഓർക്കും. അപ്പോൾ ആ ഒരു എനർജി നമ്മുടെ ലെവൽ ഉയരുകയും മണി നമ്മളിലേക്ക് എത്താനായിട്ട് തുടങ്ങുകയും ചെയ്യും.
അപ്പോൾ 5-ാം ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഹലോ ഡിയേഴ്സ്, പതിവ് പോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ 10 അനുഗ്രഹങ്ങൾ എഴുതുക, അതിൻ്റെ കാരണം എഴുതുക, മാന്ത്രിക വാക്കായ നന്ദി 3 പ്രാവശ്യം എഴുതി അത് ഉറക്കെ വായിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് അതിനെ കണക്ട് ചെയ്യുക. ശരിക്കും ഓരോ ദിവസവും ഇങ്ങനെ നമ്മൾ എഴുതുമ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾ എത്രയാണെന്നല്ലേ. ഓരോ ദിവസവും 10 അനുഗ്രഹങ്ങൾ എഴുതുക എന്ന് പറയുമ്പോൾ എത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഇങ്ങനെ ഒരു 28 ദിവസം നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ എത്ര അനുഗ്രഹങ്ങളിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം അനുഗ്രഹങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന്. അതിനോടൊപ്പം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ പണത്തിന്, നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന മണിക്ക് നന്ദി പറയുക എന്നുള്ളതാണ്. നമുക്കറിയാം പണത്തിനെ കുറിച്ച് പല ബിലീഫ് സിസ്റ്റവും നമ്മുടെ ഉള്ളിലുണ്ട്. പണമുള്ളത് എന്തോ കുറവാണെന്നും അല്ലെങ്കിൽ പണം ഭയങ്കര അഹങ്കാരത്തിലേക്ക് നമ്മളെ നയിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയേ, നമ്മൾ ജനിച്ച നാൾ മുതൽ ഈ നിമിഷം വരെ എത്ര കാര്യങ്ങൾക്കാണ് പണം നമ്മളെ സഹായിച്ചിരിക്കുന്നത്. നല്ല ആഹാരം കഴിക്കാൻ, നല്ല വസ്ത്രം ധരിക്കാൻ, യാത്രകൾ ചെയ്യാൻ, നമ്മുടെ പഠന സംബന്ധമായ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങാൻ, അല്ലേ? പണം എത്രത്തോളം നമ്മളിലേക്ക് ഒഴുകി വന്നിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ കുഞ്ഞിലെ കാലത്ത് നമ്മൾ അധ്വാനിച്ചിട്ടല്ല, പക്ഷെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്നിട്ടില്ലേ? നമ്മൾ ആഗ്രഹിച്ച ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ലേ? നമുക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കാൻ പറ്റിയിട്ടില്ലേ? നമ്മുടെ അച്ഛനും അമ്മയോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരോടൊപ്പം നമുക്ക് ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിച്ചതിന് പണത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മളിലേക്ക് എത്തിയത് ശരിക്കും ആ പണം വഴിയാണ്. അപ്പോൾ ആ പണത്തിന് നമ്മൾ എത്രത്തോളം നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ളത് നമ്മൾ ഓർക്കുക. നമുക്കിപ്പോൾ എത്ര വയസ്സുണ്ടോ അത്രയും നാൾ കുറേ കാലം നമ്മൾ അധ്വാനിക്കാതെ പഠിച്ചും നമ്മുടെ പാരൻസ് നമ്മളെ സഹായിച്ചൊക്കെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ അധ്വാനിക്കാൻ തുടങ്ങി, നമ്മളിലേക്ക് മണി വന്നു തുടങ്ങി. അപ്പോഴും നമുക്ക് കുറേ കാര്യങ്ങൾ ആ മണിയിലൂടെ സാധിച്ചു. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പല രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റി, അല്ലേ? അപ്പം ശരിക്കും മണി എത്രത്തോളമാണ് നമ്മളെ സഹായിക്കുന്നത്, നമ്മളെ സേവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എത്രത്തോളം ആദരവോടുകൂടിയാണ് മണിയെ കാണേണ്ടത്. നമ്മുടെ ജീവിതത്തിലുടനീളം ലഭിച്ച പണത്തിന് നന്ദി പറയുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നുണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നോട്ട് എടുക്കാം. 100, 200, 500 ഏതെങ്കിലും ഒരു നോട്ടെടുത്ത്, നമുക്ക് നോട്ടിൽ എഴുതി വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളൊരു പേപ്പറിനകത്ത് വളരെ മനോഹരമായിട്ട് അത് എഴുതി ആ നോട്ടിനോടൊപ്പം പിൻ ചെയ്ത് വെച്ചിട്ട് നമ്മളത് കാണുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം, എൻ്റെ ജീവിതത്തിലുടനീളം ലഭിച്ച പണത്തിന് നന്ദി. ഓരോ പ്രാവശ്യം നമ്മൾ അങ്ങനെ പറയും തോറും നമ്മളിലേക്ക് പണത്തിൻ്റെ ഒഴുക്ക് വർദ്ധിക്കും. പണം എന്ന് പറയുന്ന ഒരു എനർജിയാണ്. അതിനും അറിയാം നമ്മൾ അതിനെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, എന്ന് പറയുന്നു എന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമായിട്ട് അതിനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും പണത്തിനെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും അതിന് നന്ദി പറയുകയും ചെയ്യുമ്പോൾ നമ്മളിലേക്ക് വീണ്ടും കൂടുതൽ പണം വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മുടെ പഠനത്തിനാണെങ്കിലും നല്ല യാത്രകൾക്കാണെങ്കിലും പുസ്തകങ്ങൾ വായിക്കാനാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യത്തിനും പണം ഒരു അനിവാര്യ ഘടകമാണ്. അതുകൊണ്ട് തന്നെ അതിനെപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ പതിവ് പോലെ ഉറങ്ങാൻ പോകുമ്പോൾ തന്നെ ആ ഒരു മാന്ത്രിക കല്ല് പരിശീലനം, നമ്മൾ ആ കല്ലെടുത്ത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് അന്ന് നടന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് നന്ദി പറഞ്ഞിട്ട് നമുക്ക് നല്ല സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ പോവാം. അപ്പം നമ്മളുടെ ഒരു ദിവസം തുടങ്ങുന്നതും ഒരു ദിവസം അവസാനിക്കുന്നതും ഗ്രാറ്റിറ്റ്യൂഡിലാണ്.
ഒപ്പം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക്, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യ ഘടകമായ മണിക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ ദിവസം നിങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ വളരെ എനർജറ്റിക്കായിട്ട് ഉള്ള ഒരു പ്രാക്ടീസാണ് ഇന്നത്തത്. എല്ലാവരും നല്ല ഭംഗിയായിട്ട് ചെയ്യുക. എന്നും പറയുന്ന പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. എല്ലാവർക്കും നല്ല സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി പറയാം, ഒരു ദിവസം മുഴുവൻ നിങ്ങൾ മണിയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെ പറ്റി ഓർക്കുക. ചെറുപ്പകാലം മുതൽ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നിങ്ങൾക്ക് ആ അനുഗ്രഹം കിട്ടിയിട്ടുള്ളതെന്ന് ഓർക്കുക. അതിനൊക്കെ നന്ദി പറയുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു രൂപ നോട്ട് എടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. അതിൽ ഒരു കാർഡ്ബോർഡ് ഷീറ്റിലോ സ്റ്റിക്കറിലോ എഴുതി വെക്കുക, എൻ്റെ ജീവിതത്തിൽ ഉടനീളം എനിക്ക് ലഭിച്ച പണത്തിന് നന്ദി. ആ സ്റ്റിക്കർ നോട്ടിനോടൊപ്പം ചേർത്ത് വെക്കുക. അത് പല പ്രാവശ്യം എടുക്കുക, വായിക്കുക, നന്ദി പറയുക. വൈകുന്നേരമാകുമ്പോൾ അത് എവിടെയെങ്കിലും കാണത്തക്കവണ്ണം, എപ്പോഴും കാണത്തക്കവണ്ണമുള്ള ഒരു സ്ഥലത്ത് വെക്കുക. അതിനെ കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് ലഭിച്ച സമ്പത്തിനെ കുറിച്ചിട്ടുള്ള അനുഗ്രഹത്തിന് നന്ദി പറയുക. നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി തന്നെ അതിനെ മാറ്റുക. അപ്പോൾ ഈ ഒരു പരിശീലനത്തിലൂടെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ധനസമൃദ്ധി നിങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.